ഫർസാനയും അഫാനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി തന്നെ അടുത്ത സുഹൃത്തുക്കളും ഇവരുടെ ഫോൺ ചാറ്റുകളും തമ്മിൽ പറയുന്നുണ്ട്. അഫാന് പല സാമ്പത്തിക ഇടപാടും ഉണ്ടായിരുന്നത് ഫർസാനയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ ഫർസാനയുടെ പക്കൽ നിന്നും വാങ്ങിയ മാല തിരികെ തരണമെന്ന് ഫർസാന ആവശ്യപ്പെട്ടിരുന്നു. വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഫർസാന അഫാനോട് മാല ചോദിച്ചത്. ചിലപ്പോൾ ആ മാല ചോദിച്ച വിഷയമായിരിക്കാം അഫാന് ഫർസാനയോട് ഇത്രയും അധികം ദേഷ്യമുണ്ടാകാനുള്ള കാരണമായി പറയുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഫർസാനയോട് അഫാൻ ചെയ്തത് വളരെ ക്രൂരമായ ഒരു കാര്യമാണ്. സഹോദരനെ ആ സ്ഥലത്തു നിന്നും ഒഴിവാക്കാൻ പലപ്പോഴായി അഫാൻ ശ്രമിച്ചിരുന്നു. എന്നിട്ടും സഹോദരൻ വീട്ടിലേക്ക് എത്തിയതിനെ തുടർന്നായിരുന്നു സഹോദരനെ ഒരു നിവൃത്തിയുമില്ലാതെ കൊലപ്പെടുത്തിയത്. എന്നാൽ ഫർസാനയെ അങ്ങനെയല്ല, വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഫർസാന അഫാനോട് ചോദിച്ചിരുന്ന മാലയുടെ കാര്യം തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഇപ്പോൾ ഫർസാനയെ കൊല്ലാനുള്ള കാരണമായിട്ട് പോലും അഫാൻ തീരുമാനിച്ചത്.